ഹായ് 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 ഹായ്. നമ്മൾ ആരെങ്കിലും വിചാരിക്കണ്ടോ ഈ ഫോൺ ആണാണോ പെണ്ണാണോ? എല്ലാരും ഒരുപോലെ അല്ലേ? എല്ലാരും ഇന്ത്യക്കാരല്ലേ? ഞങ്ങളെ ഇഗ്നോർ ചെയ്യുവാണോ, ഞങ്ങളെ മറന്നോ എന്നൊക്കെ ചോദിക്കുക. ആ പോയ വഴിയിലാണ് ഈ അമൃത ഉണ്ടായത്. This is a musical exclusive with Amrita Rajan. This is me, Manju. അപ്പോൾ Amrita, say ഒന്ന് സൗണ്ട് ചെക്ക് ചെയ്യൂ. ഹായ് 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 ഹായ്. വേറെ ഏതെങ്കിലും പാട്ട് ഇതുപോലെ സൗണ്ട് ചെക്ക് ചെയ്തിട്ടുണ്ടോ? കേസരയ്ക്ക് സൗണ്ട് ചെക്ക് ചെയ്തായിരുന്നു. ആ ചെക്ക് 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 എന്നാണ് അതിൽ സൗണ്ട് ചെക്ക് ചെയ്തത്. ഓക്കെ. അപ്പൊ ഇത് സ്ഥിരമാണ്. ഞാൻ ലൈവായിട്ട് പെർഫോം ചെയ്ത സമയം മുതൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും പാട്ട് ചെക്ക് ചെയ്യുമല്ലോ നമ്മൾ. ആഹാ. അപ്പൊ അങ്ങനെ ചെക്ക് ചെയ്യും. അമൃത വന്ന് നിൽക്കുന്ന ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് റിയാലിറ്റി ഷോയിലാണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ എങ്ങനെ എത്തിച്ചേർന്നു? എങ്ങനെയാണ് ഓഡീഷനിലേക്ക് എത്തിയത് ആൻഡ് ഹൗ? എനിക്കൊരു കോള് വന്നു, ഇന്ത്യൻ ആയിട്ടുള്ള ഓഡീഷൻ നടക്കുന്നുണ്ട്, പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട്. സോ ഞാൻ വിചാരിച്ചു ഓക്കെ ചുമ്മാ പോവാം. അപ്പോൾ ആദ്യം വീഡിയോ ഓഡീഷൻ ലെവൽ 1 ഉണ്ടായിരുന്നു, ലെവൽ 2 ഓഡീഷൻ മുംബൈയിലുണ്ടായിരുന്നു, ലെവൽ 3 ഓഡീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ കടമ്പകൾ കടന്നിട്ടാണ് ഇവിടെ എത്തിയത്. അതെ. ഓക്കെ. അങ്ങനെ ഒരുപാട് കല്ലിംഗ് റൗണ്ട്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ടി വിയിൽ കാണുന്ന ആ ഒരു ഓഡീഷനിലേക്ക് എത്തുന്നത്. ഈ റിയാലിറ്റി ഷോയിൽ മാത്രമല്ല അമൃതനെ നമ്മൾ കണ്ടിട്ടുള്ളത്. അമൃത ഒരു മ്യൂസിക് ഡയറക്ടറാണ്, ലിറിസിസ്റ്റ് ആണ്, സ്വന്തമായിട്ട് മ്യൂസിക് പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ ഇപ്പം ഭയങ്കര എപ്പോഴും അമൃത പാടുന്നൊരു പാട്ട് അതേതായിരുന്നു? കടലിനാടായിരിക്കും. കടലിനാഴും. അത് ഭയങ്കര ഒരു ഹോപ്പ് വരുന്നൊരു പാട്ടാണ്. അടിപൊളി. ഇതൊക്കെ എൻ്റെ ഒരു ലൈഫ് എക്സ്പ്ലോറേഷൻ്റെ ഒരു ഭാഗമാണ്. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് ഞാൻ വിളിക്കുള്ളൂ. എൻ്റെ ഒരു ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ വരി എഴുതുന്നത് നമ്മുടെ ഉള്ളിലുള്ള സാധനത്തിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മീഡിയയാണ് എൻ്റെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ സാധനത്തിലേക്ക് ആ ഒരു പോയിന്റ് ഓഫ് ലൈഫിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഒരു ലൈഫ് ചേഞ്ചിങ് അഡ്വഞ്ചർ കഴിഞ്ഞ് തിരിച്ചു വന്നേക്കാണ്. ഇപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവം. എല്ലാം വിശ്വസിക്കാൻ പറ്റാത്തയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാൽ ഇതെല്ലാം ഒരു കാലത്ത് നമ്മളിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വിശ്വസിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ റഹ്മാൻ സാർ ഫോളോ ചെയ്തതായിരിക്കും. എ.ആർ. റഹ്മാനുമായിട്ട് ഇതിനു മുമ്പും അസോസിയേറ്റ് ചെയ്തിട്ടില്ലേ? സാറായിട്ട് സൂമിൽ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് സാറിൻ്റെ ഒരു 99 സോങ്സ് കൊണ്ട് ഒരു മൂവിയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒരു ചലഞ്ച് വെച്ചിരുന്നു. ആ ചലഞ്ചിൽ സെലക്ട് ചെയ്തു. ഒരു വേൾഡ് വൈഡ് ഒരു 10 മ്യൂസിഷ്യൻസിൽ ഒരാളായിട്ട് സെലക്ട് ചെയ്തപ്പോൾ സാറായിട്ട് വീഡിയോ കോളിൽ സംസാരിക്കാൻ പറ്റി. ഓക്കെ. ഷോയിൽ നമ്മൾ കഷ്ടപ്പെട്ട് ഹിന്ദിയൊക്കെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, കയ്യിലൊക്കെ എഴുതി വെച്ചിട്ട്. പക്ഷെ നിങ്ങൾ പാട്ട് പാടുമ്പോൾ ഉള്ള ഹിന്ദി അത് സൂപ്പറാണ്. അതെങ്ങനെയാ? നമ്മൾ ആ പാട്ട് ഇങ്ങനെ പാടുമ്പോൾ ആ പാട്ടിൻ്റെ വരി പഠിക്കുന്നു, അത് നമ്മൾ 2-3 വർഷമൊക്കെ പാടി പ്രാക്ടീസ് ചെയ്യും, എന്നിട്ട് നമ്മൾ പാടുന്നു. പിന്നെ ഞാൻ പെർഫെക്റ്റ് ഒന്നും അല്ലായിരുന്നു എൻ്റെ ഹിന്ദി പ്രൊനൗൺസിയേഷൻ, ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അത് കറക്റ്റ് നല്ല ഹിന്ദി അറിയാവുന്ന ആൾക്കാർ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. പിന്നെ ഒരുപാട് ആൾക്കാരുടെ സ്നേഹം, സപ്പോർട്ട് കാരണം ആ ഒരു സ്നേഹം കൊണ്ട് ഈ പറഞ്ഞ പോലെ ഇപ്പം മഞ്ജു ചേച്ചി ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ പോലെ വളരെ പെർഫെക്റ്റ് ആണെന്ന് പറയുന്നതാണ്. ശരിക്കും പെർഫെക്റ്റ് ഒന്നും അല്ല, അത് നമുക്ക് രണ്ടുപേർക്കും അറിയാലോ, എല്ലാവർക്കും അറിയാലോ. പിന്നെ ഈ കാക്കാക്കി അത് ഉണ്ട്, പ്രശ്നമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ത്രീലിംഗവും പുല്ലിംഗവും ഒക്കെ മാറി മാറി കളിക്കും. നമുക്ക് എന്തിനാ ഈ വ്യത്യാസം? അതെ, മലയാളത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? എല്ലാവരും ഒരുപോലെ അല്ലേ? എല്ലാവരും ഇന്ത്യക്കാരല്ലേ? അവിടെ ഒരു കസേര മുതൽ ബസ് വരെ നമുക്ക് സ്ത്രീലിംഗം പുല്ലിംഗമാണ്. ഭയങ്കര കൺഫ്യൂഷനാണ്. നമ്മൾ ആരെങ്കിലും വിചാരിക്കണ്ടോ ഈ ഫോൺ ആണാണോ പെണ്ണാണോ? ക്യൂട്ട് പ്ലസ് ക്വീൻ ഇസ് ഈക്വൽ ടു ക്യൂൺ. ഇങ്ങനെയുള്ള കുറേ പോസിറ്റീവ് കമന്റുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ എങ്ങനെയാണ് റിസീവ് ചെയ്യുന്നത്? എല്ലാത്തിനെയും ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിനെയും എംബ്രേസ് ചെയ്യും. അതൊക്കെ നമുക്കൊരു സ്ട്രെങ്ത് തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതിനൊന്നും ഇങ്ങോട്ടേക്ക് കയറ്റാതെ നമുക്ക് എന്തൊക്കെയാണോ അവിടെ നിന്ന് ചെയ്യാൻ പറ്റുക, എന്തൊക്കെയാണോ അവിടെ നിന്ന് പഠിക്കാൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ പോയി. ഇവിടുന്ന് ഇന്ത്യൻ ഐഡലിലേക്ക് പോയ അമൃത അല്ല ഇപ്പോൾ. അമൃതയുടെ മൊത്തത്തിൽ കളറൊക്കെ അങ്ങ് മാറി. ഇനി അങ്ങോട്ടേക്കുള്ള ഒരു ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാ? കടലിനാഴത്തിന്റെ ഹിന്ദിയാണ് ഉടനെ ഇറക്കാൻ പോണത്. ഓക്കെ. എന്റെ ഓഡിയൻസ് ഇപ്പൊ കൂടുതലും പുറത്തുനിന്നുള്ളതുകൊണ്ട് അത് കേൾക്കുമ്പോൾ അവർ പറയും ഇത് ഏത് ഭാഷ, ഹിന്ദിയിലത്താ. അതൊരു വലിയ ടാസ്ക് ആണല്ലേ. നമ്മളിപ്പം മലയാളികൾക്ക് വേണ്ടി മാത്രം പാടിയാൽ പറ്റില്ല, എല്ലാവർക്കും വേണ്ടി പാടണ്ടേ. ഇപ്പൊ ലൈവിൽ വരുമ്പോ ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ വരുമായിരുന്നു, സബ് ടൈറ്റിൽസ് ഇട്,
ഞങ്ങളെ ഇഗ്നോർ ചെയ്യുവാണോ, ഞങ്ങളെ മറന്നോ എന്നൊക്കെ ചോദിക്കുക. അപ്പം അങ്ങനെ റിക്വസ്റ്റ് ചെറുതായിട്ട് വന്നു തുടങ്ങിയ സമയത്ത് ഞാനിങ്ങനെ ഒരു റീല് ചെയ്തിരുന്നു. എൻ്റെ കടലിനാട് ഞാൻ യുക്രൈലെ വെച്ചിട്ട് ഇങ്ങനെ പാടിയിട്ട് എൻ്റെ മലയാളം ആണ്, ഹിന്ദിയിലാണ് പറയുന്നത്. മലയാളം പാട്ടാണ്, ഞാൻ തന്നെ എഴുതിയതാണ്, ഹിന്ദി വേണമെന്നുണ്ടെങ്കിൽ ഹിന്ദി കമൻറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ആ റീലിൽ നല്ല അത്യാവശ്യം റീച്ചായി. അപ്പം ഞാൻ അതിൻ്റെ ഹിന്ദി ലിറിക്സ്, എൻ്റെ പാട്ട് റെഡിയായി. ഇന്നലെ രാത്രി അതിൻ്റെ ആർട്ട് വർക്കും അതിൻ്റെ ഹിന്ദിയിലുള്ള കൺവേർട്ടഡ് ആർട്ട് വർക്കും റെഡിയായി. ഉടനെ വരുന്നതായിരിക്കും. ഇതുപോലെ ഇപ്പം മലയാളത്തിൽ ആക്ച്വലി ഇപ്പോൾ ഒരു വർക്ക് ഓൾറെഡി ഓഡിയോ പ്രൊഡക്ഷൻ കഴിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൂപ്പനാടി എന്നാണ് അതിൻ്റെ പേര്. അതും ഈ പറഞ്ഞ പോലെ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ വീഡിയോ റെഡി ആയിട്ട് പതുക്കെ ഇറക്കിയാൽ മതിയോ അതോ ഉടനെ നിങ്ങൾക്ക് പാട്ട് കേൾക്കണോ, എന്ത് തോന്നുന്നു? ഉത്തരം പറയൂ. ഉടനെ വേണമെങ്കിൽ ഉടനെ നമുക്ക് പാട്ട് ആദ്യം ഇറക്കാം. അപ്പോഴേക്കും ഞാൻ അതിൻ്റെ വീഡിയോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിച്ച് നല്ല റൈറ്റ് ടീമൊക്കെ വരുമ്പോൾ പതുക്കെ വീഡിയോ ഒക്കെ ആയിട്ട് ഇറക്കാം. പിന്നെ വേറൊരു പാട്ട് നാംനില എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്, അത് നാംനില. ഓക്കെ, അത് എൻ്റെ ഇൻഡി പ്രൊജക്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഫുൾ കൺസെപ്റ്റും അതിൻ്റെ ഫുൾ സ്ക്രിപ്റ്റും ഒരു മെൽബണിലെ ഒരു ടീം എനിക്ക് തന്നിട്ട് അവരുടെ ആ സ്ക്രിപ്റ്റിനനുസരിച്ച് ചെയ്തൊരു പാട്ടാണ്. സോ അതിൻ്റെ ഓൾറെഡി വീഡിയോ ഒക്കെ റെഡി ആയിരിക്കുകയാണ്, എല്ലാം റെഡി ആയിരിക്കുകയാണ്. അതും ഉടനെ ഇറങ്ങാൻ പോവുകയാണ്. പിന്നെ വേറൊരു പാട്ട് കമ്പോസിഷനൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി അതിനൊന്ന് പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കണം. അങ്ങനെയുള്ളൊരു പാട്ടാണ് പോണൊരു പോട്ടെ. ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ളൊരു സംഭവമാണ്. വയ്യ സംഭവം ലെവല് മാറിയെന്ന്. ഇപ്പൊ അമൃതനെ കാണുമ്പോൾ ആൾക്കാരൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ലേ? സന്തോഷം. കഴിക്കാൻ വേണ്ടി പോയപ്പോൾ കുറെ പേരൊക്കെ വന്ന് ഫോട്ടോ എടുത്തു. സന്തോഷം, താങ്ക് യു. സ്വീറ്റ്. മ്യൂസിക് ഡയറക്ഷൻ ആണോ അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്? ഫോക്കസ് ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈഫ് എക്സ്പ്ലോറേഷൻ്റെ ഭാഗം അല്ലെങ്കിൽ മ്യൂസിക്കൽ എക്സ്പ്ലോറേഷൻ്റെ ഭാഗമാണ്. എൻ്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിങ്ങും ലൈവ് കൺസേർട്ട്സും റെക്കോർഡിങ്ങും ഒക്കെയാണ്. പിന്നെ കമ്പോസ് ചെയ്യാൻ ഇഷ്ടമാണ്, എഴുതാൻ ഇഷ്ടമാണ്. കാരണം നമ്മളുടെ ഉള്ളിലുള്ള സാധനം നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ അതാണല്ലോ ഉള്ള മാർഗം. മ്യൂസിക് ഡയറക്ഷൻ ഇഷ്ടമാണ്, ബട്ട് കോർന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാം ഒരേ തട്ടി കിടക്കുമെന്ന് വേണമെങ്കിൽ പറയാം, അറിഞ്ഞുകൂടാ. ഈ മ്യൂസിക് കരിയർ ആക്കാന്നുള്ള നമ്മുടെ ഒരു ഡിസിഷനെ എങ്ങനെ വീട്ടുകാർ ആക്സെപ്റ്റ് ചെയ്തത്? ഈസി ആയിരുന്നോ? അക്സെപ്റ്റ് ചെയ്യാൻ പാടായിരുന്നു, ബട്ട് ഇറ്റ്സ് ഓക്കെ. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും അവരുടേതായ ടേസ്റ്റും കാര്യങ്ങളുണ്ട്. എല്ലാവരും അവരുടെ യൂണിവേഴ്സിൽ താമസിക്കുക. ഞാൻ വേറൊരു യൂണിവേഴ്സിൽ നിൽക്കുക. എൻ്റെ യൂണിവേഴ്സിലേക്ക് അവരെ കൊണ്ടുവരാൻ പറ്റില്ല. അവരെ കൺവിൻസ് ചെയ്യാനും ആദ്യ കാലങ്ങളിൽ ഞാൻ ശ്രമിച്ചു. പക്ഷേ നമ്മൾ കൺവിൻസ് ചെയ്യണേക്കാളും ഞാൻ ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ ശ്രമിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഹാർട്ട് എന്താണ്, എൻ്റെ ഗട്ട് എന്താണെന്ന് പറയുന്നത് വെച്ചാൽ എന്നെ ഫോളോ ചെയ്തു. ആദ്യകാലങ്ങളിൽ വന്ന എതിർപ്പുകളെ ഫേസ് ചെയ്യേണ്ടി വന്നു. ഇറ്റ്സ് ഓക്കെ. ആ ഫേസ് ചെയ്ത ആ പ്രോസസ്സ് എനിക്ക് ഭയങ്കര ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. സോ അവിടെ നമുക്ക് ബ്ലെയിം ചെയ്യുന്നതിനേക്കാളും ഉപരി നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അവർ പറയുന്നതിലും കുറേ കാര്യങ്ങളുണ്ട്. സോ ഇന്ന കാര്യം ചെയ്യുമ്പോഴാണോ നമുക്ക് ഏറ്റവും ലൈഫിൽ പ്രോബ്ലംസ് കുറവ് എന്ന് നമുക്ക് പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് കാര്യം ചെയ്യുമ്പോഴാണോ നമ്മളത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് പ്രോബ്ലംസിനെയാണോ എനിക്ക് സോൾവ് ചെയ്യാനായിട്ട് എനിക്കിഷ്ടം, അല്ലെങ്കിൽ എന്ത് പ്രോബ്ലംസ് സഫർ ചെയ്യുന്നതാണോ എനിക്കിഷ്ടം, അങ്ങനെ വന്നപ്പോൾ ആ കോള് ഓഫ് കോഴ്സ് മ്യൂസിക് തന്നെയായിരുന്നു. അപ്പം ആ വഴി കൂടെ തന്നെ പോയി. അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു. ഇറ്റ്സ് ഓക്കെ. ആ പോയ വഴിയിലാണ് ഈ അമൃത ഉണ്ടായത്. ഏതൊരു റിയാലിറ്റി ഷോയുടെയും ഏറ്റവും സങ്കടമുള്ള ഒരു സ്റ്റേജാണ് ആ എലിമിനേഷൻ റൗണ്ട് എന്ന് പറയുന്നത്. അതിന്റെ ആ ഒരു സ്റ്റേജിൽ നിന്ന ആളാണ്. എങ്ങനെ അതിനെ ഫേസ് ചെയ്തത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവിടെ പോകുമ്പോഴും അവിടെ നിൽക്കുമ്പോഴും ഒക്കെ ആ പറഞ്ഞ അതേ കാര്യം തന്നെ മനസ്സിൽ ഉറപ്പിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. സോ ആ വേദി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. ആ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം എടുത്തു. ഇനി ഞാൻ പറഞ്ഞില്ലേ, ചില കാര്യങ്ങൾ നമുക്ക് ലൈഫ് ഇങ്ങനെ തരുമല്ലോ, അതിനിങ്ങനെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. വേറെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒന്നും ആലോചിക്കണില്ല. വേറെ അപ്പുറത്ത് വേറെ കുറേ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് പോയി നോക്കാം. ഇവിടെ ഇല്ല, ഓക്കെ, എന്ത് ചെയ്യാൻ പറ്റും, അപ്പുറത്തേക്ക് പോയി നോക്കാം. മോസ്റ്റ് റാൻഡം മെമ്മറി ഓഫ് ശ്രേയ ഘോഷാൽ? ജയപ്രദ മാം വന്ന ദിവസം മാമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ നേരത്തെ മാം ഇങ്ങനെ പറയുമായിരുന്നു, പാട്ടിൽ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാം. അതിലെ സീൻസൊക്കെ അവിടെ കൂടിയാന്ന് പറയുമ്പോൾ പാട്ട് എനിക്ക് കിട്ടുന്നല്ലോ, എവിടെ നമ്മുടെ ക്യൂൻ എവിടെ, അത് പാടിക്കേ എന്ന് പറയുന്നുണ്ട് മാമിൻ്റെ അടുത്ത്. സോ അതെനിക്ക് ഭയങ്കര എന്ന് പറയുന്നുണ്ട്. അത് ടി വിയിൽ വന്നിട്ടില്ല. സോ ഞാനതിങ്ങനെ ഇപ്പം മാമിന് വരി കിട്ടുന്നില്ല, അത് മലയാളമാണ് അമൃത എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് മാം. സോ അത് എൻ്റെ മനസ്സിലിങ്ങനെ നിൽക്കുന്നുണ്ട്. പാടി വന്നിട്ട് അവിടെ ജസ്റ്റ് പാടി എന്നിട്ട് ഞാൻ
പറയുന്നുണ്ട് എൻ്റെയും ഫേവറേറ്റ് ആണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഒരു ദിവസത്തേക്ക് ഒരു ആർട്ടിസ്റ്റുമായിട്ട് നമുക്ക് ലൈഫ് സ്വാപ്പ് ചെയ്യാൻ കിട്ടിയാൽ മൈക്കിൾ ജാക്സൺ. മ്യൂസിക് ലവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡൻ ഇറ അവസാനിച്ചു എന്ന് പറയാം ആശാ ഭോസ്ലെ വിടവാങ്ങിയപ്പോഴത്തേക്കും. അമൃതയാണെങ്കിലും ഈ റിയാലിറ്റി ഷോയിൽ തന്നെ ആശാ ഭോസ്ലയുടെ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. സോ ആശാ ഭോസ്ലെ എന്ന് പറയുന്ന ലെജൻഡ് എത്രത്തോളം ഷേപ്പ് ചെയ്തിട്ടുണ്ട് അമൃത രാജനെ? മാമിൻ്റെ ഒരു വേഴ്സറ്റാലിറ്റി, മാം മ്യൂസിക്കിനെ കാണുന്ന രീതി, മാം സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ ഉള്ള ആ ഒരു എന്താ പറയുക, ഒരു പീസ് ഓഫ് മൈൻഡ് പ്രസൻസ്, ഇതൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് മാമിൻ്റെ ഡൈനാമിക്സും മാം അതിൽ ഇടുന്ന കുറേ സാധനങ്ങളും അതൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഓഫ് കോഴ്സ്. ഏത് പാട്ടാണ് ഏറ്റവും കൂടുതൽ? ഞാൻ ഷോയിൽ പാടിയിട്ടില്ല. അഭീന ജാവോ ചോടുക്കർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമൃത ആശാ ഭോസ്ലെനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ആശാ ഭോസ്ലെ പാടിയ ഹൈ എനർജി പാട്ടുകളുടെ ഒക്കെ ഒരു ഫേസ് ആയിരുന്നു ഹെലൻ. പക്ഷെ ഹെലനെ നമ്മൾ കണ്ടിട്ടുണ്ട് റിയാലിറ്റി ഷോയിൽ. ഹെലൻ്റെ മുമ്പിൽ നിന്ന് പാട്ട് പാടിയിട്ടുണ്ട്. ആ ഒരു പ്രായത്തിൽ മാമിൻ്റെ ഒരു എനർജി ഉണ്ടല്ലോ, ആ ഒരു പ്രായത്തിൽ അവിടെ ഇങ്ങനെ വന്ന് ഇരിക്കുക, മേക്കപ്പ് ഒക്കെ ചെയ്ത് ചില്ല് ചെയ്ത് നമ്മൾ പാട്ട് പാടുമ്പോൾ ഡാൻസ് ഒക്കെ ചെയ്യുക. അത് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തു. അത് മാത്രമല്ല മാം നമ്മളെയൊക്കെ ട്രീറ്റ് ചെയ്യണതും നമ്മളൊരേ വൈബ്, ആ രീതിയിലാണ് മാം ഇങ്ങനെ വരണതും നിൽക്കണതും സംസാരിക്കണതൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ വുമൺ ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ് ആ ഒരു ഏജിൽ അങ്ങനെ നിൽക്കുക എന്നുള്ളത്, ആ ഒരു എനർജിയിൽ. വാവ്. അപ്പോൾ ഈ അമൃത രാജൻ എന്ന് പറയുന്ന ഐഡൽ അടുത്തൊരു ലെവലിലേക്ക് പറക്കട്ടെ. അതിനുവേണ്ടി നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ്. ഓൾ ദി വെരി ബെസ്റ്റ്.